പഠിച്ചോനെ ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നാ. എത്ര പെട്ടെന്ന് 2 കൊല്ലൊക്കെയാണ് തീർന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രോക്കറോട് പറയും ചെയ്തിരുന്നല്ലോ പെണ്ണിന്റെ കല്യാണക്കാര്യം. ഓലെ മറന്നിട്ടുണ്ടാവും. വിളിച്ചു നോക്കിയാലോ? അല്ലേ വേണ്ട. ഓൽക്ക് ഇപ്പൊ എന്താ തോന്നുന്നു ഞാനിങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ? കാണുന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഇല്ലേ? അല്ലേ രണ്ടും കൽപ്പിച്ചിട്ടാണ് വിളിക്കാം. അപ്പൊ നമ്മളെ കാര്യല്ലേ, നമ്മള് ഓർമ്മപ്പെടുത്തണ്ടപ്പോ ഓലിപ്പോ അത് ഓർമ്മിച്ചിട്ട് നടക്കൊന്നുമില്ലല്ലോ. വിളിച്ചോക്കാം. ഈ പെണ്ണ് ഇതുവരെയായിട്ട് ആ റൂമിൽ നിന്നും ഇവിടെ ഇറങ്ങിയിട്ടില്ല. ആ ഒരു ഫോണമ്മയും കളിച്ചിട്ട് ഇങ്ങനെ കിടക്കുണ്ടാവും പെണ്ണ്. അല്ല താത്തത് ഞാനാണേ. ഞാൻ ആ കല്യാണക്കാര് എന്തായിന്നൊന്ന് അറിയാൻ വേണ്ടിട്ടേ. നിങ്ങക്ക് ബുദ്ധിമുട്ടാണാവല്ലേ ഞാനീ വിളിച്ചിട്ട്? തന്നെ? ആയിക്കോട്ടെ. അതിനിപ്പോ എന്താ, ഞാൻ ഇപ്പൊ വിളിച്ചത് നല്ല ദിവസം തന്നെയാണല്ലേ? പെണ്ണ് ഇവിടെ ഉണ്ടേ. ഓൾക്ക് ക്ലാസ് ഇല്ല. നിങ്ങൾ എന്നിട്ട് നാളെ വരുന്നീ? അതെ. ആയിക്കോട്ടെ. എന്നാല് ഞാൻ വിചാരിച്ചു നിങ്ങളത് മറന്നിട്ടുണ്ടാവുന്ന്. എന്തായാലും നിങ്ങള് വേഗം വരി. ഇപ്പൊ 2 കൊല്ലായില്ലേ പെണ്ണിന്റെ കല്യാണൊക്കെ കഴിഞ്ഞിട്ട്, ഇപ്പൊ മരിച്ചിട്ട്. അപ്പൊ ഇനി എന്തായാലും വേണ്ടില്ല, എന്റെ കണ്ണറിയണേന്റെ മുന്നേ പെണ്ണിന്റെ കല്യാണം നടന്ന് കാണണം. ആയിക്കോട്ടെ. ഇല്ലേ, ചെക്കൻ വരുന്നില്ലേ? ആയിക്കോട്ടെ. എന്നാ നിങ്ങൾ ഇങ്ങോട്ട് വരിന്നാല്. നല്ല കൂട്ടരാണാ? ആണല്ലേ? എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇനി പെണ്ണിന്റെ അവസ്ഥയും കൂടി ഒന്ന് അറിയണം. നിങ്ങളോട് ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ ഓള് കല്യാണത്തിനൊന്നും സമ്മതിക്കണില്ലാന്ന്. ആയിക്കോട്ടെ. നമ്മക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ശരിയാക്കാം. നിന്റെ ആങ്ങളൊക്കെ പറഞ്ഞാ ഓള് സമ്മതിക്കാതിരിക്കൂല. കാരണം നിന്റെ ആങ്ങളയാണല്ലോ ഓളെ വാപ്പ മരിച്ചതിന്റെ ശേഷം നോക്കി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഓൾക്ക് അത് തട്ടി കളയാനൊന്നും പറ്റുണ്ടാവൂല. ആയിക്കോട്ടെ. എന്നാ നിങ്ങള് വരി, ഞാൻ ഓളോട് പറയാം. ആയിക്കോട്ടെ, ശരി. നല്ല ദിവസം തന്നെ ഇപ്പൊ ഞാൻ വിളിച്ചത്. ഇപ്പൊ ഞാൻ വിളിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ താത്ത പറയാതെ ഇങ്ങോട്ട് കേറി വന്നാലോ? അപ്പോഴാണെങ്കി പെണ്ണ് പെരയിലുണ്ടേ. ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞ് സമീപിച്ചെടുക്കണം. വിളിച്ചോക്കട്ടെ പോയിട്ട്. ലുബിയ, ഇതൊന്ന് ഇങ്ങോട്ട് വന്നോക്കാ. എത്ര നേരായി നേരം വെളുത്തിട്ട്? ഈ നേരം വരെ ഇജ്ജ് ഒരു ഫോണായിട്ട് ഇങ്ങനെ ഇരുന്ന് കളിക്കുക. എന്റെ പിന്നാലെ ഒന്ന് സഹായിച്ചോക്ക അടുക്കളയില്. എന്റെ പൊന്നാരെ മൂവോ, എനിക്ക് ലീവുള്ള ദിവസല്ലേ ഞാനൊന്ന് കെടുക്കുള്ളൂ. അത് ശരിയാണ്. ഉമ്മാന്റെ കുട്ടി ലീവുള്ള ദിവസേ ഫോണായിട്ട് ഇരിക്കുള്ളൂ. രാവിലെ കൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഇതന്നെയല്ലേ? അനക്ക് അടുത്താഴ്ച പരീക്ഷ അല്ലേ? പൊന്നാരന്റെ ലുബേ, ഞാൻ ഈ പണിയെടുത്ത് പേറിയിട്ടല്ലേ ഞാൻ അന്ന് ഈ പഠിപ്പിക്കണത്. അനക്കൊന്ന് പഠിച്ചാ എന്താ വരിക? പരീക്ഷക്ക് മാർക്കൊന്നും വേണ്ടേ? പാസ്സാവൊന്നും വേണ്ടേ? വരാ. എന്നാ വേണ്ട വായ. മൂട്ടിന് ചെതൽ കുടിച്ചിട്ടുണ്ടാവും. വേണ്ട നീച്ചൂട്. വേണ്ട ഇങ്ങോട്ട് വായമ്മക്ക് ഒരു കാര്യം പറയാണ്ട് എന്നോട്.
നിങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞോളൂ, ഞാൻ ഇല്ല അടുക്കളേക്ക്. ഇവിടെ നിന്ന് പറയാനേ ഇമ്മക്ക് മനസ്സില്ല. അമ്മന്റെ കുട്ടിയുടെ അടുക്കളേക്ക് വായ, അവിടുന്ന് ഞാൻ പറയാം. വേഗം വായക്ക് പണികളുണ്ട് അവിടെ. വരാ. വേണീച്ച് ഭയങ്കര സാധന. ഇതിനെ തന്നെ എന്റെ അമ്മായി കിട്ടിയത് എന്റെ എന്തോ ഭാഗ്യം. എന്റെ എല്ലാ കളിക്കും ഇതിന് കിട്ടും. എന്താണാവോ ഇനി അടുത്ത കാര്യം? വല്ല കല്യാണക്കാരുണ്ടെങ്കിലും ഇക്കാരം അതിനതില് പറയാൻ അറിയുള്ളൂ. ഈ പെണ്ണ് നീച്ചിട്ടില്ലേണോ? ഓണെങ്കിൽ മെസ്സേജ് അയക്കണൊന്നും കാണാനില്ലല്ലോ. ഇനിയിപ്പൊ ഞാനാണ്ട് വിളിച്ചു നോക്കേണ്ടി വരും. എന്നാലേ തമ്പുരാട്ടി ഇങ്ങോട്ടൊന്ന് വിളിക്കുള്ളൂ. ഇപ്പൊ എന്തിനാണ് ഈ സാധനം വിളിക്കുന്നത്? പോയാക്കട്ടെ. ഈ കാക്കച്ചിക്ക് ഇത് എന്താണ്? ഇനി ആരെങ്ങോട്ട് വിരുന്ന് വിളിക്കണത്? എല്ലാത്തൊരു കാക്ക. മനുഷ്യന്മാർക്ക് തന്നെ നമ്മളെ ജീവിക്കാൻ അവിടെ ഒരു മുതലില്ല. അപ്പോഴാണ് കാക്കച്ചി വിരുന്നും കൂടി വിളിക്കുന്നത്. എന്താണാവോ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വർത്താനം പറയുന്നത്? പിച്ചും പേയും പറഞ്ഞോന്നല്ല, രാവിലെ തുടങ്ങിയിരിക്കണ ആ കാക്കച്ചി ഇങ്ങനെ ഓരോ സൗണ്ട് ഉണ്ടാക്കല്. അത് പറഞ്ഞതാണ്. മുഖമൊക്കെ കഴുകിയോ? അതൊക്കെ കഴുകി സുന്ദരിയായി. ആ ബ്രോക്കർ ജമീലാത്തല്ലേ, ഓൽക്ക് അന്ന് രാവിലെ ഒന്ന് വിളിച്ചിന്ന് എന്താ അങ്ങോട്ട് കാണാത്തെന്ന് അറിയാൻ വേണ്ടിട്ടേ. 1-2 മാസമായല്ലേ ഞാൻ ഓരോട് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിളിച്ചപ്പോ ഓലായിരുന്നു നല്ലൊരു ആലോചന കിട്ടാൻ വേണ്ടിട്ട് കാത്തുന്നതാണ്. നാളെ വരുന്നുണ്ട് അത്ര. ഒരു ചെക്കന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ വരുന്നില്ല. അപ്പൊ ജമീൽ താത്ത നാളെ വരാന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലമ്മ, എനിക്കിപ്പൊ കല്യാണം ഒന്നും വേണ്ടാന്നുള്ളത്. പിന്നെ എന്തിനാ ഇന്നെങ്ങനെ നിർബന്ധിക്കണേ? എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണല്ലമ്മ. അനക്ക് ഇതില്ലാതെ വേറെ എന്തെങ്കിലും പറയാണ്ടോ? ഇപ്പൊ കല്യാണം വേണ്ട, അപ്പൊ കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നടക്കുക? എന്റെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനക്ക് ഒരാള് വേണ്ടേ കൂട്ടിന്? എന്നും ഇങ്ങനെ മരിച്ചു പോയ ഓനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. 2 കൊല്ലായി. ഒരു തള്ളക്കും തന്നക്കും ഒരു വിഷമില്ല. പിന്നെ എന്തിനാ ഉമ്മാന്റെ കുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കണത്? എന്ത് വർത്താനം അമ്മങ്ങളീ പറയണ്? ഓൽക്ക് ഓലെ മകനെ പറ്റിയ ചിന്ത ഇല്ലാച്ചിട്ട് എന്റെ ഭർത്താവ് എന്നില്ലമ്മ. എന്റെ കഴുത്തില് മഹർ ചാർത്തിയ ഒരാളല്ലേ പെട്ടെന്ന് മരിച്ചത്. അപ്പൊ ഇക്കന്നല്ലമ്മ വിഷമം ഉണ്ടാവുക. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ രാവിലെ തന്നെ നിങ്ങൾ എന്നെ സങ്കടപ്പെടുത്താനാ വിളിച്ചോളത്തിയേ. നീ അത് ആലോചിച്ചിട്ട് സങ്കടപ്പെടണ്ട. ഇന്ന് ഉമ്മാന്റെ ഒരു ഗതികേടോണ്ട് പറഞ്ഞു പോയതാണ്. അല്ലാതെ ഓന് ഇഷ്ടമില്ലായിട്ടോ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണ ഇഷ്ടമില്ലായിട്ടോ ഒന്നുമില്ല. ഇമ്മാക്ക് അറിയാം നിങ്ങൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞിരുന്നു എന്നുള്ളതൊക്കെ. ഇപ്പൊ നിക്ക എന്റെ കാര്യം ആലോചിക്കണ്ടേ? ഇന്റെ കാലം കേട്ടിട്ടുണ്ടെങ്കിൽ അനക്ക് ആരാ ഉള്ളത്? ഉമ്മാന്റെ കുട്ടി ഒറ്റയ്ക്ക് എങ്ങനെ എവിടൊക്കെ ജീവിക്കുക? ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ്. ഉമ്മാന്റെ കുട്ടി ഇതിനൊന്ന് സമ്മതിക്ക്. ഉമ്മാന്റെ ഒരു ആഗ്രഹല്ലേ. നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ലമ്മ. ഓലോട് വരണ്ടാന്ന് പറഞ്ഞാളി. എനിക്ക് താല്പര്യമില്ല. എടി മോളെ, പഠിച്ചോനെ കുട്ടി ഇങ്ങനെ ആയിട്ടുണ്ടെങ്കി എന്താ ചെയ്യ റബ്ബെ? ഞാൻ ആരോടാണ് ഇതൊക്കെ ഒന്ന് പറയാ? എങ്ങനെയെങ്കിലും ഓളെ കൂട്ടുകാരത്തിക്ക് ഒന്ന് വിളിച്ചങ്ങാണ്ട് ഇവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കാൻ പറയണം. എല്ലാപ്പൊ ശരിയാവില്ല. ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് കേൾക്കൂല്ല. എന്റെ കുട്ടിയുടെ ഒരു ഭാവിയാണല്ലോ പഠിച്ചോനെ. എന്റെ കുട്ടിക്കും വേണ്ട ഒരു ജീവിതമൊക്കെ. എന്ത് വന്നാലും വേണ്ടില്ല, ഈ കല്യാണത്തിന് ഞാൻ ഓളെ കൊണ്ട് സമ്മതിപ്പിക്കും. ഇനി എത്ര മുതല് കൊടുക്കണം എന്ന് പറഞ്ഞാലും വേണ്ടിയില്ല. എന്തായാലും ഓളെ ആദ്യത്തെ കല്യാണത്തെ പൈസയും പണ്ടും ഇതൊക്കെ ഇരിക്കണ്ടല്ലോ ബാങ്കില്. അതെങ്കിലും എടുത്തിട്ട് കൊടുക്കാം. ഒരു സമാധാനം ഇല്ല ഇനി ഇതോല് വന്ന് പോയല്ലാതെ. എന്തിനയക്ക ഇന്നൊറ്റക്കാക്കി പോയത്? നിങ്ങളെ കൂടെ ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല എനിക്ക്. ഇന്നില്ലാത്ത ഓരോ ദിവസവും ഞാൻ എത്ര സങ്കടത്തിലാണെന്ന് അറിയോ? ഇപ്പൊ
ഇക്കില്ലാത്തോണ്ടല്ലേ പിന്നെ വേറൊരു കല്യാണത്തിന് ഇവരൊക്കെ നിർബന്ധിക്കണത്. എന്റെ ഉമ്മാന്റെ കണ്ണീരിന്റെ മുന്നില് ആ കല്യാണത്തിന് സമ്മതിക്കല്ലാതെ ഒരു മാർഗവും ഇല്ല. എന്തിനയക്ക ഇന്നെ ഒറ്റക്കാക്കിട്ട്. ഞാനെന്നാ രാത്രി ഒരുപാട് പറഞ്ഞതല്ലേ ഇപ്പൊ പോവണ്ട, നല്ല മഴയാണ് കേക്കാതെ പോയതല്ലേ. അതുകൊണ്ടല്ലേ ഒറ്റക്ക്. ഞാനും കൂടി വരും ഇനിയില്ല. മോളെ ഇവിടെ ഓരോന്ന് ആലോചിച്ചിരുന്ന് തൊലോളിച്ചേക്കാറല്ലേ. എന്തിനാ അമ്മാന്റെ കുട്ടി ഇങ്ങനെ കരയണത്? 2 കൊല്ലായില്ലേ ഓൻ മരിച്ചിട്ട്. ഞാൻ ഓനെ മറക്കണം എന്നല്ല പറയണത്. എന്റെ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അത് പറ. ഉമ്മാന്റെ കുട്ടി ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിക്കണ്ട. പഠിക്കാനുള്ളതൊക്കെ ഒന്ന് പഠിക്ക്. പരീക്ഷയാണ് വരുന്നത്, അതെങ്കിലും ഒന്ന് പാസ്സാവണം. ഞാൻ ആ റുക്യാന്റെ അടുത്തൊന്ന് പോയിട്ട് വരട്ടോ, ഈ കാര്യം ഒന്ന് പറയട്ടെ. നാളെ എന്നാ ജമീൽ താത്ത വരുമ്പോ റുക്യയും കൂടി ഉണ്ടാവണത് നല്ലതല്ലേ. ഉമ്മാക്ക് ഒറ്റക്ക് നിക്കാനൊരു ധൈര്യക്കുറവുണ്ട്. ആ ആയിക്കോട്ടെ. ആ എന്നുവെച്ചാ വാതിലൊന്നുണ്ട് ചാരിയിട്ട് അവിടെ വന്നിരുന്നോ, ഞാൻ വേഗം വരാം.